the way he was an animal. He could shoot from every angle. Nobody could tackle him. Nobody could take the ball. He was a pure animal. Parte la rincorsa, tiro, e gol, e gol, e gol, e gol, e gol! No! Adriano, sì! Sì! ബ്രസീലിന്റെ അഡ്രിയാനോ. ആ കളിക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിവരിക അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ആ വലിയ ട്രാജഡി ആയിരിക്കും. എന്നാൽ ആ കണ്ണീർ കഥകൾക്കും അപ്പുറം മറ്റൊരു കാലഘട്ടം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വർഷം 2001 ഓഗസ്റ്റ് 14. സാന്റിയാഗോ ബെർണാബു എന്ന റിയൽ മാഡ്രിഡിന്റെ കോട്ടയിൽ വെച്ച് ഇന്റർ മിലാനും റിയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. റിയൽ മാഡ്രിഡിന്റെയും ഇന്റർ മിലാന്റെയും സൂപ്പർ താരനിര കണ്ട് കണ്ണു തള്ളിയ ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ തീപാറിയ മത്സരം ഇന്ന് ചരിത്രത്തിന്റെ താളുകളിലെ ശോഭിക്കുന്നവരെ ഏടാകാൻ കാരണം ഒരു സൂപ്പർ സബ്ബായിരുന്നു. ഇന്റർ മിലാന്റെ കോച്ചായ കൂപ്പർ രണ്ടാമത്തെ ഹാഫിൽ വെറും 18 വയസ്സുള്ള റൊണാൾഡോ നൊസാരിയോയുടെ രൂപസാദൃശ്യമുള്ള ആ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ സബ്സ്റ്റിറ്റ്യൂട്ടായി കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ആ സ്റ്റേഡിയം സാക്ഷിയായത് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന ആ പയ്യൻ ബോൾ കാലുകളിൽ എത്തുമ്പോഴെല്ലാം പേരുകേട്ട റിയൽ ഡിഫൻസിലേക്ക് തലങ്ങും വിലങ്ങും ഓടിക്കയറുന്നതിനായിരുന്നു. റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ ഗോൾ കീപ്പറായ ഐക്കർ കാസിയാസ് സെക്കൻഡ് ഹാഫ് മുതൽ ഈ ചെറുപ്പക്കാരന് മുന്നിൽ വിയർക്കുന്നതിന് സാന്റിയാഗോ ബെർണാബു സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അവന്റെ കാലിൽ നിന്നും ബോൾ പിടിച്ചെടുക്കാൻ പാടുപെട്ട റോബർട്ടോ കാർലോസ് അടങ്ങുന്ന റിയൽ മാഡ്രിഡിന്റെ ഡിഫൻസിൽ നിന്നും പെനാൽറ്റി ബോക്സിന്റെ അരികെ ഇന്റർ മിലാന് 65-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക്. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള ആ പയ്യനെടുത്ത ഫ്രീ കിക്ക് ഒരു മിന്നൽ പിണർ പോലെ ഐക്കർ കാസിയാസിനെയും നിഷ്പ്രഭമാക്കി വലയിലേക്ക് കയറുകയായിരുന്നു. ആ മത്സരത്തിനു ശേഷമാണ് കളിക്കാർക്ക് മനസ്സിലായത് 105 മൈൽസ് പെർ അവർ റെക്കോർഡ് സ്പീഡിൽ ഗോളിലേക്ക് കുതിച്ച ആ പന്തിനെ തടയാൻ ആ ഡിഫൻസിൽ ആർക്കും പറ്റുമായിരുന്നില്ല എന്ന്. ആ മത്സരത്തിനുടനീളം ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ആ ചെറുപ്പക്കാരൻ പയ്യനെക്കുറിച്ച് ബെർണാബുവിന് പുറത്തുവെച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ക്ലബ് ക്യാപ്റ്റനായ അർജന്റീനയുടെ സാവിയർ സെനറ്റി പറഞ്ഞത് ഇതായിരുന്നു: ദിസ് ഈസ് ദ ന്യൂ റൊണാൾഡോ. അതെ, പെലെയുടെ കാലഘട്ടം മുതൽ ആക്രമണകാരികളായ കളിക്കാരെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ച ബ്രസീലിൽ നിന്നും വന്ന് ഒരു കാലഘട്ടത്തിൽ മാത്രം കത്തിപ്പറന്ന ആ കളിക്കാരൻ ഇന്നും പല ബ്രസീൽ ആരാധകരുടെയും നെഞ്ചിൽ എഴുതപ്പെട്ട ആ കളിക്കാരൻ. ആ കാലഘട്ടത്തിൽ എതിർ ടീമുകളുടെ പോസ്റ്റിൽ മിന്നൽ പോലെ ആടിത്തിമിർത്ത ഇന്റർ മിലാൻ ആരാധകരെയും ബ്രസീൽ ആരാധകരെയും 7ാം ലോകത്തിലേക്ക് എത്തിച്ച ഒരു കളിക്കാരനെ കുറിച്ചാണ് ഫുട്ബോൾ സുൽത്താൻ ഇന്ന് പറയാൻ പോകുന്നത്. അതെ, അഡ്രിയാനോ, ദ കൾട്ട് ഹീറോ ഓഫ് ബ്രസീൽ. റിയോ ഡി ജനീറോയിലെ നൊട്ടോറീസായ വില ക്രുസേറോ ഫെവേലയിലാണ് അഡ്രിയാനോ ജനിച്ചത്. കുറ്റകൃത്യങ്ങളും അക്രമവും അഴിമതിയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന അവൻ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിന്റെ മാസ്മരികതയിൽ വന്നു ചേരുകയായിരുന്നു. അങ്ങനെ 7ാം വയസ്സിൽ ബ്രസീലിയൻ ലീഗിലുള്ള ഫ്ലെമിംഗോ എന്ന ക്ലബിലെത്തിയ അവൻ അടുത്ത 8 വർഷത്തോളം അവന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കഴിവുകൾ വളർത്തിയെടുക്കുകയായിരുന്നു. ഫ്ലെമിംഗോയിലെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച 16ാം വയസ്സിൽ അഡ്രിയാനോയെ അവരുടെ സീനിയർ ടീമിലേക്ക് എത്തിക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ ബദ്ധവൈരികളായ സാവോ പോളോയ്ക്കെതിരെയുള്ള മിന്നും പ്രകടനത്തോടൊപ്പം ഗോൾ കൂടി നേടിയതോടെ അവനെ പെനാൽറ്റി ബോക്സിനടുത്ത് ഒരു ഡെഡ്ലി വെപ്പണായി യൂസ് ചെയ്യാമെന്ന് ഹെഡ് കോച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഒരു മോൺസ്റ്റർ ഫീൽ തരുന്ന ഫിസിക്കുള്ള അഡ്രിയാനോ ശരിക്കും റൊണാൾഡോ നൊസാരിയോയ്ക്കു ശേഷം പിന്നീട് ആരെന്നതിനുള്ള ഒരു ഉത്തരമായിരുന്നു. പെനാൽറ്റി ബോക്സിനടുത്ത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയ ഒരു കളിക്കാരനായിരുന്ന അഡ്രിയാനോയ്ക്കുള്ള പ്രത്യേകത എന്നത് ഏത് ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്ത് ഗോളാക്കാനുള്ള കഴിവ് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ അവനെ ടാക്കിൾ ചെയ്യാനും അവനിൽ നിന്നും ബോൾ വിൻബാക്ക് ചെയ്യാനും ഡിഫൻഡേഴ്സിന് ഇമ്പോസിബിൾ ആയിരുന്നു. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് പറഞ്ഞ പോലെ ഹി വാസ് എ പ്യുവർ ആനിമൽ.
ഫ്ലെമിംഗോയിൽ അഡ്രിയാനോ നടത്തിയ തേരോട്ടം കണ്ട് ത്രസിച്ചുപോയ ഇന്റർ പ്രസിഡന്റ് അഡ്രിയാനോയെ 2001 ആ മിലാൻ എന്ന നഗരത്തിന്റെ ചങ്കിടിപ്പായ മിലാൻ ഡെർബിയുടെ ഈറ്റില്ലമായ സാൻസിറോ മൈതാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. റിയൽ മാഡ്രിഡിനെതിരെയുള്ള ആദ്യ കളിയിലെ പ്രകടനം അവനെ ആരാധകരുടെ ഇടയിൽ റൊണാൾഡോയുടെ കാലടികൾ പിന്തുടരാൻ ആരെന്നുള്ള ഉത്തരമായി മാറുകയായിരുന്നു. പക്ഷേ ഇന്ററിൽ സാക്ഷാൽ റൊണാൾഡോ നൊസാരിയോയുടെ തേരോട്ടം തുടർന്നിരുന്ന ആ സമയം അവന്റെ സാധ്യതകൾ ബെഞ്ചിൽ അസ്തമിക്കുമെന്നുള്ള ഘട്ടത്തിൽ അഡ്രിയാനോ ഫ്ലോറന്റീനോ എന്ന ക്ലബിലേക്ക് ഒരു ഷോർട്ട് ടൈം ലോണിൽ ചേക്കേറുകയായിരുന്നു. ഫ്ലോറന്റീനോയിലെ ആദ്യ സീസണിൽ 15 കളികളിൽ 6 ഗോളുകൾ അടിച്ച് ഭേദപ്പെട്ട പ്രകടനം നടത്തിയ അഡ്രിയാനോയെ തിരിച്ചെടുക്കാൻ ഇന്റർ തയ്യാറായില്ല. അതിനു പകരം പാർമ എന്ന ക്ലബിന് വിൽക്കുകയായിരുന്നു. എന്നാൽ അടുത്ത സീസണിൽ 23 ഗോളുകൾ അടിച്ചുകൊണ്ട് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത അഡ്രിയാനോ ഇന്ററിന്റെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു. ഇന്റർ മിലാനിൽ നിന്നും 2002 റൊണാൾഡോ നൊസാരിയോ റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിനു ശേഷം താളം കണ്ടെത്താൻ പാടുപെട്ട ഇന്റർ മിലാൻ റൊണാൾഡോയ്ക്ക് ശേഷം ഇനി ആരെന്നുള്ള ഉത്തരമായി 2004 അഡ്രിയാനോയെ ഇന്റർ മിലാൻ വീണ്ടും 23 മില്യൺ യൂറോയ്ക്ക് പാർമയിൽ നിന്നും സൈൻ ചെയ്യുകയായിരുന്നു. ഇന്ററിൽ തിരിച്ച് റീ എൻട്രി കിട്ടിയ മച്ചാൻ 28 ഗോളുകളോടെ അവിടെ ആളിപ്പടരുന്നതിനായിരുന്നു ഇന്ററിന്റെ കോട്ടയായ സാൻസിറോ മൈതാനം സാക്ഷിയായത്. 2003-2004 സീസണിൽ അവസാന ലീഗ് മത്സരത്തിൽ 5ാം സ്ഥാനത്തായിരുന്ന ഇന്ററിന് ചാമ്പ്യൻസ് ലീഗിലേക്ക് പോകാൻ ഒരു ജയം അനിവാര്യമായിരുന്നു. എംബോളിക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ചുള്ള ആ മത്സരം ഇന്റർ മിലാന്റെ സുവർണ ലിപികളിലാണ് കുറിക്കപ്പെട്ടത്. എംബോളി നേടിയ ആദ്യ ഗോളിൽ തരിച്ചു നിന്ന ഇന്റർ ഫാൻസിന്റെ സാവിയറായി അവതരിച്ച അഡ്രിയാനോ 2 കിണ്ണം കാച്ചിയ ഗോളുകൾ നേടുകയായിരുന്നു. കളി തീരാൻ 20 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ 3 ഡിഫൻഡേഴ്സിനെയും മറികടന്ന് അഡ്രിയാനോ നേടിയ അവസാന ഗോളിൽ എംബോളിയെ 3-2 തകർത്തുകൊണ്ട് ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി. ആ ഗോളിന് ശേഷമുള്ള അഡ്രിയാനോയുടെ ആഘോഷവും ആ ആരാധകരും ആ സഹകളിക്കാരും ഇന്ററിന്റെ ഹിസ്റ്ററി ബുക്കിലെ മായാത്ത ഓർമ്മകളായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് ടീമായ എംബോളിയിലെ ഡിഫൻഡറായിരുന്ന എമിൽസൺ പറഞ്ഞത് ഇതായിരുന്നു: ഞങ്ങൾക്കറിയാം, വി ഹാവ് വിറ്റ്നസ്ഡ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ഇന്ന് ഞങ്ങളും ആ ആരാധകരും അഡ്രിയാനോയുടെ പീക്ക് ടൈമിൽ അകപ്പെടുകയായിരുന്നു. അദ്ദേഹം റൊണാൾഡോ നൊസാരിയോ എന്ന എൽ ഫിനോമിനനെ പോലെ പിച്ചിൽ അൺസ്റ്റോപ്പബിളായി മാറുകയായിരുന്നു. അന്നത്തെ ആ മത്സരത്തോടെ ഇന്റർ മിലാനിൽ റൊണാൾഡോ നൊസാരിയോ ഒഴിച്ചിട്ട ആ കസേരയിലേക്ക് ചേർന്നിരുന്ന അഡ്രിയാനോയെ നോക്കി ആരാധകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ദ എംപറർ ഓഫ് മിലാൻ.